നമസ്കാരം, വെൽക്കം ടു ഷൈനി ബിന്ദുസ് വേൾഡ്. നമുക്ക് എങ്ങനെ ഇന്നൊരു നിയാസിനമൈഡ് സിറം വിത്ത് റൈസ് വാട്ടറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. റൈസ് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ എല്ലാം ഈവൻ ടോൺ തരാനും സ്കിന്നിനെ എല്ലാം ഒരു ബ്രൈറ്റനിങ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് റൈസ്. പിന്നെ നിയാസിനമൈഡ് സിറം ഞാൻ ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെറും പ്ലെയിൻ നിയാസിനമൈഡ് സിറമാണ്. അപ്പോൾ നമ്മളിന്ന് വിത്ത് റൈസും കൂടെ ചേർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിയാസിനമൈഡ് അറിയാലോ, നമ്മുടെ സ്കിന്നിനെ പോർസിനെ എല്ലാം ചുരുക്കാനും നമ്മുടെ സ്കിന്നിനെ ഈവൻ ടോൺ തരാനും സ്കിൻ ഡാമേജ്, അതായത് സണ്ണിൽ നിന്നുണ്ടാകുന്ന ഡാമേജിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് നിയാസിനമൈഡ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനാണ് ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. അപ്പോൾ ഞാനിതിൽ 50 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുങ്ങുന്ന അളവിന് നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, വെളുത്ത അരി, നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരി, ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ നമ്മൾ കുതിരാനായിട്ട് വെക്കണം. എന്നിട്ട് അത് ഞാൻ അങ്ങനെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കണം. നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 30 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു അരിപ്പിൽ അരിച്ചെടുക്കുകയാണ്. എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്കൊന്ന്, എന്തായാലും ഈ അരിയൊക്കെ കുതിരാനായിട്ട് എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് വെള്ളം കുറയും. അപ്പോൾ എത്ര ഗ്രാം നമുക്ക് വേണ്ടത് 30 ഗ്രാമാണ്. അപ്പോൾ 30 ഗ്രാം ഉണ്ട്, 31 ഗ്രാം വരെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നിയാസിനമൈഡാണ്. അപ്പോൾ ഞാൻ 30 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 10% നിയാസിനമൈഡ് വിത്ത് റൈസാണ്. അപ്പോൾ അതിനായിട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട നിയാസിനമൈഡിൻ്റെ അളവെന്ന് പറയുന്നത് 3 ഗ്രാമാണ്. 3 ഗ്രാം നിയാസിനമൈഡ് ആഡ് ചെയ്യണം. നിയാസിനമൈഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 ഗ്രാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. ഒരു ഗ്രാമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ഡ്രോപ്സ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1.5 ഗ്രാം വരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിയാസിനമൈഡ് സിറം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ, ഇതിൽ ഹീറ്റിംഗ് പ്രോസസ്സോ ഒന്നുമില്ല. ഇനി നമുക്ക് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ കിടക്കുന്ന എല്ലാ നിയാസിനമൈഡിൻ്റെ പൊടികളും പെട്ടെന്ന് ഡൈല്യൂട്ട് ആവും. അപ്പം ഒരു പൊടികളും ഒരു ഗ്രാനുൾസും ഇല്ലാണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് പ്രിസർവേറ്റീവാണ്. അതിനായിട്ട് നമ്മുടെ എപ്പോഴത്തെയും പ്രിസർവേറ്റീവ് ഫിനോക്സി എത്തനോളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ കുറച്ച് ചെറിയ എമൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല. ഇതിലൊരു 50 ഗ്രാമൊക്കെ. പിന്നെ ഇതിൽ റൈസ് ആഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 2 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിനെ ഒരു സീറം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സിറം ഇവിടെ റെഡിയാണ്. ഇത് നൈറ്റിലാണ് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത്. പകലും അപ്ലൈ ചെയ്യാം, പക്ഷേ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റിൽ അപ്ലൈ ചെയ്യാനാണ്. കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരിക്കലും സൺലൈറ്റിൽ പോകാൻ പാടില്ല. അങ്ങനെ പോകണമെങ്കിൽ SPF 50 മേലെയുള്ള അറ്റ്ലീസ്റ്റ് SPF 50 ഉള്ള സൺസ്ക്രീനെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും നൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. നൈറ്റിൽ നല്ല ഫേസ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂറിന് മുമ്പ് ഒരു 3 ഡ്രോപ്സ് മതി നമ്മുടെ മുഖത്തെല്ലാം ഒന്ന് അടുത്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.